ഷെരീഫ് നെടുമങ്ങാട് ഹൈക്കോടതി അഡ്വക്കേറ്റാണ്. നമസ്കാരം സർ, മീഡിയ മലയാളത്തിലേക്ക്. സർ, ഈ നടി ആക്രമിക്കപ്പെട്ട കേസാണ്. ഇപ്പൊ എന്തൊക്കെ വിഷയം വന്നാലും ചർച്ച അത് തന്നെയാണ്, ലൈവായിട്ട് നിൽക്കുന്ന ചർച്ച. പൊതുജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു? ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ ദിലീപ് വീണ്ടും ശിക്ഷിക്കപ്പെടുമോ? ദിലീപിന്റെ സ്വാധീനം കൊണ്ടാണോ ദിലീപ് രക്ഷപ്പെട്ടത്? 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടും ദിലീപിനെ തൂക്കിക്കൊന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേർക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ കേസ്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിടാനുണ്ടായ കാരണങ്ങൾ കൃത്യമായി വിധിന്യായത്തിലുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, സാർ ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ടാണ്, പ്രോസിക്യൂഷന്റെ പരാജയം അത് തന്നെയല്ലേ സത്യത്തെക്കാൾ തെളിവാണ് കോടതിയിൽ പ്രധാനം എന്ന് പറയുന്നത്? പ്രോസിക്യൂഷന്റെ കൃത്യമായ വീഴ്ചയല്ലേ കോടതിയിൽ ദിലീപിനെ വെറുതെ വിടാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? നമുക്ക് ഈ വിഷയത്തിലെ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും പ്രസക്തമാണ്, നല്ല ചോദ്യങ്ങളാണ്. എല്ലാവരും സ്വാഭാവികമായും ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിന് പല ആംഗിളിലുള്ള മറുപടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ദിലീപിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും, അല്ലെങ്കിൽ അതിജീവിതയോടൊപ്പം നിൽക്കുന്നവരും ദിലീപിനോടൊപ്പം നിൽക്കുന്നവരും എന്ന നിലയിലേക്ക് ഒരു ചേരിതിരിവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് നിയമത്തിന്റെ കണ്ണുകളിലൂടെ കാണുകയാണ് ഒരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ കോടതികൾ ചെയ്യുന്നത്. കോടതി ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കോടതിക്ക് ജനങ്ങൾ ചിന്തിക്കുന്നത് അനുസരിച്ചിട്ട് ഒരു വിധി പറയാൻ പറ്റുമോ? പറ്റില്ല, ഏതു കാര്യത്തിലായാലും. പക്ഷെ ആദ്യം നമ്മൾ ഒരു കാര്യം കൺഫേം ചെയ്ത് പറയേണ്ടതുണ്ട്. ഇത്രത്തോളം വിമർശിക്കപ്പെട്ട ഒരു കോടതി വിധി അടുത്ത കാലത്തുണ്ടായിട്ടില്ല. വിമർശിക്കപ്പെട്ടു, അടിവരയിട്ട് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കണം, വിമർശിക്കപ്പെട്ടു. കോടതിയുടെ വിധി എപ്പോഴും വിമർശിക്കപ്പെടാം. ജഡ്ജി വിധി പറഞ്ഞ ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ കോടതിയുടെ വിധി നമ്മൾ വിമർശിക്കുമ്പോൾ അത് നിയമപരമായ നിലയിലായിരിക്കണം, സഭ്യമായ ഭാഷ ഉപയോഗിച്ച് നമ്മൾ വിമർശിക്കണം. ഇല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും ഒരു നിയമം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ നിയമം പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വിമർശിക്കപ്പെടണം. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ള സങ്കടകരമായ കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഒരു കോടതി ഉത്തരവ് ഇറങ്ങിയാൽ അതിന് നമ്മൾ കോടതി ഉത്തരവെന്നാണ് പറയുന്നത്, അല്ലാതെ ആ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിയുടെ പേരിലുള്ള ഉത്തരവെന്നല്ല പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഈ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതാണ്. അത് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ് നമ്മൾ പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് പൂർണ്ണമായും തീർപ്പാക്കപ്പെടണമെങ്കിൽ ഇതിൻ്റെ അപ്പർ കോർട്ടിലേക്ക് പോകണം. അപ്പർ കോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോടതി വരെ ഇത് പോകും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് പോയാൽ അവസാനമായിട്ട് കോടതി എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ദിലീപ് എന്ന് പറയുന്നത് എങ്ങനെ പ്രതിസ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തി ചെയ്ത ഒരു കുറ്റമാണ് ഇതെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ നടന്ന ഒരു ക്രൈമാണ്. ഒന്ന്, ഈ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു, കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കും, മറ്റു തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കും. റേപ്പിന് കൊട്ടേഷൻ കൊടുത്ത ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രമല്ല, റേപ്പ് ചെയ്യുന്നത് ചിത്രീകരിച്ച് തരികയും വേണം എന്നുള്ളത് ആ കൊട്ടേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതിൽ പ്രമുഖനായ വ്യക്തി പറഞ്ഞത്. അദ്ദേഹം തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ബാക്കി കിട്ടാനുള്ള തുകയ്ക്ക് വേണ്ടി ദിലീപിനൊരു കത്ത് എഴുതിയത് ഇന്നും കത്തെഴുതി കൊടുത്ത വ്യക്തി കോടതിയിലും പറഞ്ഞു അയാൾ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഗൂഢാലോചനയിൽ നേതൃത്വം നൽകിയ വ്യക്തി മറ്റാളുകളോട് കൂടെ. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള തുക കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ കത്തയച്ചപ്പോൾ ദിലീപ് എന്നെ ഇങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു. അതുമുതലാണ് ദിലീപ് ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ വരുന്നത്. അന്വേഷണം നടന്നപ്പോൾ അത് വാസ്തവമാണെന്നുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്. ഇയാൾ എഴുതിയിട്ടില്ല എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല, എഴുതി കൊടുത്ത വ്യക്തി ഞാൻ എഴുതിയതെന്നും പറയുന്നു. അങ്ങനെ വരുമ്പോൾ പൾസർ സുനി ദിലീപിന് ഇതുപോലൊരു കത്തയച്ചു, ഒരു ഭീഷണി കത്ത് അയച്ചു. അതുപോലെ ദിലീപ് പ്രതിസ്ഥാനത്ത് വരുന്നു. ദിലീപ് എങ്ങനെ പ്രതിസ്ഥാനത്ത് വരുന്നു? ഗൂഢാലോചന നടത്താൻ ദിലീപ് പങ്കാളിയായി, ഈ കൃത്യം ചെയ്യാൻ, ഈ ക്രൈം ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗൂഢാലോചന നടത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ പ്രതിസ്ഥാനത്ത് വന്നത് തെളിയിക്കപ്പെട്ടില്ല പ്രോസിക്യൂഷൻ. നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ആണല്ലോ ആക്ഷേപമെന്ന്. യഥാർത്ഥത്തിൽ ഒരു കേസ് തോറ്റാൽ
അത് പ്രോസിക്യൂഷൻ്റെ പരാജയം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇങ്ങനെ വരുന്ന ഒരു ക്രൈമിൽ ആരാണ് യഥാർത്ഥത്തിൽ വാദിയായി വരുന്നത്? പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. ഇവിടെ ഒരു അതിജീവിത പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു, എന്നെ കാറിനുള്ളിൽ വെച്ച് ഈ തരത്തിലുള്ളൊരു ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിന്മേൽ നിയമപരമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്യുന്നത് മുതൽ ഈ വാദിക്ക് വേണ്ടി ഇല്ലെങ്കിൽ പെറ്റീഷണർക്ക് വേണ്ടി ബാക്കി നടപടി എടുക്കുന്നത് സ്റ്റേറ്റാണ്, അതിജീവിതമല്ല. സർക്കാരാണ് മാറുന്നത്. സർക്കാർ പ്രോസിക്യൂട്ടർമാരെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ കോടതിയിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിലും സംഭവിച്ചത്. ഇവിടെ അതിലുപരിയായിട്ട് നമ്മുടെ അതിജീവിത എന്ന് പറയുന്ന വ്യക്തി സ്വന്തം നിലയിലും ഒരു അഡ്വക്കേറ്റിനെ കൂടെ നിയോഗിച്ചു. ഒരു അഡ്വക്കേറ്റിനെ കൂടെ നിയോഗിച്ചു. അത് നിയോഗിക്കാം. അങ്ങനെയാണ് അവർ ഇതിനകത്ത് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായ ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെയുള്ള റോള് പരിമിതമാണ്. കാരണം പ്രോസിക്യൂഷന് വിധേയമായി മാത്രമേ ഇതേപോലെ നിയോഗിക്കപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ പ്രസന്റായി കാര്യങ്ങൾ പറയാവൂ. ട്രയലിൽ അവർക്ക് വലിയ റോൾ ഉണ്ടാവില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞാൽ മാത്രം ട്രയലിൽ വരാം. പക്ഷെ അവരും അസംതൃപ്തി പലവട്ടം പ്രകടിപ്പിച്ചു ഈ കോടതിയോട്. കോടതി നടപടികളിൽ തന്നെ പലപ്പോഴും ഈ അതിജീവിത പ്രതിഷേധം രേഖപ്പെടുത്തി. ശരിക്കു പറഞ്ഞാൽ കോടതിക്കകത്ത് ക്യാമറ പ്രൊസീഡിങ്സ് നടത്തി വേറെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നടത്തിയ ഒരു ട്രയലാണ്. ഈ ട്രയൽ കോടതിക്കകത്ത് നടത്തിയപ്പോൾ തന്നെ അതിജീവിത പലവട്ടം പറഞ്ഞു, എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് പറയാൻ അവർക്ക് അവകാശമുണ്ട്, അവരത് പറയുകയും ചെയ്തു. പക്ഷെ അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ നടത്തിയ ചില പരാമർശങ്ങൾ അവർക്ക് ഒരിക്കലും ഹിതകരമായില്ല. ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ് റേപ്പിന് വിധേയമായ ഒരു സ്ത്രീ കോടതിക്കകത്ത് വരുമ്പോൾ ആ സ്ത്രീക്ക് കോടതിക്കകത്ത് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ അവർക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണ്ട. കാരണം കോടതിക്കകത്ത് നടന്ന നടപടികൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ മുമ്പിൽ ആകെയുള്ളത് ഈ ഏതാണ്ട് 1200 പേജുള്ള കോടതിയുടെ വിധിയാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, കോടതിയുടെ വിധിയാണ്. അവിടെയുള്ള ജഡ്ജിയാണ് പറയുന്നത്, കോടതിക്ക് വേണ്ടിയാണ് പറയുന്നത്. വിധി വരുമ്പോൾ കോടതിയുടെ വിധിയാണ്. ഈ കോടതി വിധിയാണ് ആകെ ആളുകൾക്ക് മുന്നിലുള്ളത്. അതിനെ നമുക്ക് വിമർശിക്കാം. കാരണം അങ്ങനെ വിമർശിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് അപ്പീൽ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ വരുന്നത്. കാരണം ഒരു വിധിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വിമർശനം നമ്മൾ മേൽക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അതാണല്ലോ അപ്പീൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ അപ്പീൽ കൊടുക്കാൻ പോവുകയാണ്. അത് തുടർന്നും ആ നടപടികൾ നടക്കും. പക്ഷേ ഒന്നുണ്ട്, ഈ വിമർശിക്കുന്നവർ വ്യക്തിപരമായി ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കരുത്. പറയുമ്പോൾ അത് ഈ ജഡ്ജ്മെന്റിന് മെരിറ്റ് അടിസ്ഥാനത്തിലാണ് വിമർശിക്കാനുള്ളത്. നിയമപരമായ ഒരു കണ്ണിലൂടി കണ്ടാണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിനുണ്ടാകുന്ന വീഴ്ചകൾ, 1, 2, 3, 4 ആ വീഴ്ചകൾ നമുക്ക് നിയമവിധേയമായി ഇന്ന സെക്ഷൻ പ്രകാരം ഇന്ന കാരണം പ്രകാരം അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് ഇതിനെ സമീപിക്കാനുള്ളത്. ഒരൊറ്റ ചോദ്യം കൂടെ ലാസ്റ്റ് ആയിട്ട്, ഈ വിധിന്യായം പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി ഇനി ഇതിൽ പുനരന്വേഷണം വേണമോ അല്ലെങ്കിൽ ഇത് വീണ്ടും പരിഗണിക്കണമോ എന്ന് നോക്കേണ്ടത്. ഈ 1711 പേജുള്ള വിധിന്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത് എന്നതടക്കമുള്ള കാര്യം. അങ്ങനെയാണ് എങ്കിൽ ഹൈക്കോടതിയിലെത്തിയാൽ ഈ കേസിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഒന്ന് പറയാം. ഹൈക്കോടതിയിൽ അപ്പീല് കൊടുത്തതുകൊണ്ട് ഒരിക്കലും അതിനകത്ത് കൊടുത്തു എന്ന കാരണത്താൽ തള്ളിക്കളയൂല. അപ്പീലബിൾ ആയിട്ടുള്ള ഒരു വിധി ന്യായത്തിന് അപ്പീൽ കൊടുക്കുകയാണ്. അത് ഹൈക്കോടതി അതിൻ്റെ മെരിറ്റ് നോക്കി ചെയ്യും. എന്നാൽ സ്വാഭാവികമായിട്ടും ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇതിൽ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പ്രോസിക്യൂഷന് പ്രത്യേകിച്ച് ഹൈക്കോടതിയിലെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരുമെങ്കിൽ ഹൈക്കോടതി അതും കൂടി അവലോകനം ചെയ്യും എന്നുള്ളതാണ്. കീഴ്ക്കോടതിയുടെ വിധിന്യായം അപ്പടി ഹൈക്കോടതി അംഗീകരിക്കണമെന്നില്ല, അംഗീകരിക്കാതിരിക്കണമെന്നുമില്ല. ഇത് ഹൈക്കോടതിയുടെ പൂർണ്ണമായ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. സ്വാഭാവികമായും അത് എന്താകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുന്നത്
ഒരു ഉചിതമായ കാര്യമായിരിക്കില്ല. ഒരു കാര്യം കൂടെ, ഈ വെറുതെ കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഹൈക്കോടതിയിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിധി ഈ പെറ്റീഷണർക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പലന്റിന് കിട്ടിയില്ല എങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോവാം. നമ്മുടെ അവസാന തീർപ്പുണ്ടാവുക എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്, ജുഡീഷ്യറിയുടെ നമ്മുടെ അവസാന വാക്ക്. അവിടം വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിജീവിതം തന്നെ പോകണമെന്നില്ല, ഈ സ്റ്റേറ്റിന് തന്നെ പോവാം. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എന്താവും എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല, പോകും എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്ന വിവരം.